ബച്ചോ ദേക്കിയേ റഹം വ ഇൻസാഫ് എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗം നോക്കിക്കോളൂ. അത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു കബൂത്തറും ഒരു ബാസും വന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വിശപ്പടക്കൽ ആര് കൂടി എന്നുള്ളത് അതാ നോക്കിക്കോളൂ. രാജാക്ക ഫൈസല സുൻകർ, രാജാവിൻ്റെ തീരുമാനം കേട്ട് ദോനോ ബഹുത് ഖുഷ് ഹുയെ, രണ്ടുപേരും വളരെ സന്തോഷിച്ചു. അച്ചാനക്ക് പെട്ടെന്ന് കബൂത്തർ ഔർ ബാസ്, കബൂത്തറും ബാസും രാജാക്കെ സാമിനെ, രാജാവിൻ്റെ സന്നിധിയിൽ മുമ്പിൽ അപ്പിനെ അസ്ലി രൂപമേ ആകയെ, തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വഹ്, ആ രൂപം എന്താണ്? അവർ ദോനോം രണ്ടുപേരും ഇന്ദ്രർ ഔർ അഗ്നിദേവ് ബൻകർ, ഇന്ദ്രനും അഗ്നിദേവനുമായി, ബൻകർ ആയി എന്നർത്ഥം. ദോനോ ഇന്ദ്രർ ഔർ അഗ്നിദേവ് ബൻകർ, ഇന്ദ്രനും അഗ്നിദേവനുമായി. രാജാക്കോ മുബാറക് ബാദ്, രാജാവിന് മുബാറക് ബാദ് ദേക്കർ, ആശംസകൾ നേർന്നുകൊണ്ട് വഹാംസെ ചലേഗെ, ആ കൊട്ടാരത്തിൽ നിന്നും പോയി. ഇനി ശ്രദ്ധിച്ചോളൂ അതിൻ്റെ പ്രവർത്തനങ്ങൾ. കഹാനി റഹം വ ഇൻസാഫ്, കഹാനി റഹം വ ഇൻസാഫ് എന്നുള്ള കഹാനി കേലിയെ ഏക് ഔർ മുനാസിബ് ഉൻവാൻ തജ്വീസ് കീജിയെ, മറ്റൊരു തലക്കെട്ട്, റഹം ഇൻസാഫ് എന്നുള്ള പാഠത്തിന് മറ്റൊരു മുനാസിബ് ഉൻവാൻ, യോജിച്ച തലക്കെട്ട്, തജ്വീസ് കിയെ, നിങ്ങൾ കണ്ടെത്തൂ അല്ലെങ്കിൽ അഭിപ്രായപ്പെടൂ. കഹാനി ഓർസെ പഠിയെ, രണ്ടാമത്തെ പ്രവർത്തനം, കഥ നന്നായി വായിക്കുക. നീച്ചെ ദിയേ ഗയേ ജുംലെ, താഴെ കൊടുത്ത ജുംലകൾ, വാക്യങ്ങൾ, കിസ്കേ ഹെം, ആരുടേതാണ് അവ ലിഖിയെ, താഴെ കൊടുത്ത കള്ളിയിലുള്ള കണ്ടില്ലേ, ഹുസൂർ തിരുമേനി, മേരി ജാൻ ബച്ചായിയെ, എൻ്റെ ജീവൻ രക്ഷിക്കൂ, ഇതാര് പറഞ്ഞു? മേരി ഭൂക്ക് മിട്ടാൻ ആബി ആപ്കാ ഫർസ് ഹേ, എൻ്റെ വിശപ്പടക്കുക എന്നുള്ളതും താങ്കളുടെ കടമയല്ലേ, ഇതാര് പറഞ്ഞു? ഉസ്കി ജാൻ ബച്ചാനാ ഭീ മേരാ ഫർസ് ഹേ, അവൻ്റെ ജീവനും രക്ഷിക്കുക എന്നുള്ളത്, അതിൻ്റെ ജീവനും രക്ഷിക്കുക എന്നുള്ളതും മേരാ ഫർസ് ഹേ, എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതെന്താണ് എന്നുള്ളത് എഴുതുക. ഓക്കെ, ശുക്രിയ. അതിലെ വാക്കർത്ഥങ്ങളും പുതിയ വാക്കുകളൊക്കെ കണ്ടെത്തുക. ഓക്കെ, ശുക്രിയ.